നമസ്കാരം, 140 ന്യൂസിലേക്ക് സ്വാഗതം. ഹോർമൂസ് ഭാഗികമായി തുറക്കാൻ ഇറാൻ ഒമാൻ ചർച്ചയിൽ ധാരണ. ഇറാനും ഒമാനും മാത്രം കൈകാര്യം ചെയ്യുന്ന താൽക്കാലിക ഗതാഗത പാത തുറക്കുന്നത് സംബന്ധിച്ച് ധാരണയിലെത്തിയെന്ന് ഇറാനാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ഹോർമൂസിൽ ഇറാനെ മേൽക്കൈ അനുവദിക്കുന്ന ധാരണ അംഗീകരിക്കില്ലെന്ന് അമേരിക്ക വ്യക്തമാക്കി. മസ്കിന്റെ റോക്കറ്റ് ചന്ദ്രനിലേക്ക് ഇടിച്ചിറങ്ങി. സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റിന്റെ ഒരു ഭാഗം ചന്ദ്രനിലേക്ക് ഇടിച്ചിറങ്ങി. ശബ്ദവേഗത്തിന്റെ ഏകദേശം 7 ഇരട്ടി വേഗത്തിൽ റോക്കറ്റ് ഭാഗങ്ങൾ ചന്ദ്രോപരിതലത്തിൽ പതിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. സംഭവത്തിന്റെ ആഘാത സ്ഥലവും അതിന്റെ പ്രത്യാഘാതങ്ങളും കണ്ടെത്താൻ ചന്ദ്രനെ ചുറ്റുന്ന പര്യവേഷണ ഉപഗ്രഹങ്ങൾ നിരീക്ഷണം ആരംഭിച്ചിട്ടുണ്ട്. സംഭവത്തിന്റെ ചിത്രങ്ങൾ പകർത്താൻ നാസയുടെ ലൂണാർ റിക്കണൈസൻസ് ഓർബിറ്റും കൊറിയ പാത്ത് ഫൈൻഡർ ലൂണാർ ഓർബിറ്റിലെ ഷാഡോകോം ഉപകരണവും ശ്രമിക്കുന്നുവെന്ന് നാസ അറിയിച്ചു. എന്നാൽ നിരീക്ഷണ ഫലങ്ങൾ ലഭിക്കാൻ ഏതാനും ദിവസങ്ങൾ എടുത്തേക്കുമെന്നും നാസ വ്യക്തമാക്കി. ഉത്തർപ്രദേശിൽ 100 വർഷം പഴക്കമുള്ള കെട്ടിടം തകർന്നു വീണ് ഒരു കുടുംബത്തിലെ 6 പേർ മരിച്ചു. കോട്ട്വാലി പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള മഹൂലി എന്ന പ്രദേശത്താണ് സംഭവം. കനത്ത മഴയെ തുടർന്നാണ് കെട്ടിടം തകർന്നത്. സംഭവത്തിൽ ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. കുടുംബം ഉറങ്ങുന്ന സമയത്താണ് അപകടമുണ്ടായതെന്നും അതിനാൽ ആർക്കും രക്ഷപ്പെടാൻ സാധിച്ചില്ലെന്നുമാണ് പോലീസ് അധികൃതർ അറിയിക്കുന്നത്. ട്രെയിനിലെ ജനറൽ കോച്ചിൽ സൂട്ട്കേസിനുള്ളിൽ മൃതദേഹാവശിഷ്ടങ്ങൾ. ആഗ്ര കന്റോൺമെന്റ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ തമിഴ്നാട് എക്സ്പ്രസിലെ ജനറൽ കോച്ചിലാണ് സൂട്ട്കേസിനുള്ളിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു സൂട്ട്കേസ്. തിങ്കളാഴ്ച രാത്രി 10-ന് ചെന്നൈ സെൻട്രലിൽ നിന്ന് യാത്ര ആരംഭിച്ച തീവണ്ടി ബുധനാഴ്ച പുലർച്ചെ 1:30 ഗ്വാളിയാറിൽ എത്തിയപ്പോഴാണ് സൂട്ട്കേസ് ശ്രദ്ധയിൽപ്പെട്ടത്. ജനറൽ കോച്ചിന്റെ പിൻഭാഗത്തായി സൂക്ഷിച്ചിരുന്ന സൂട്ട്കേസിൽ നിന്ന് രക്തത്തിന് സമാനമായ ദ്രാവകം ഒലിച്ചിറങ്ങുന്നതും ദുർഗന്ധം വമിക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് റെയിൽവേ പോലീസ് പരിശോധിച്ചത്. ശരീരഭാഗങ്ങൾ പൊതിഞ്ഞിരുന്ന കടലാസിൽ ചെന്നൈയുമായി ബന്ധപ്പെട്ട ലോഗോ ഉണ്ടായിരുന്നുവെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ അങ്ങോട്ട് അയച്ചിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. കണ്ടെടുത്ത അവശിഷ്ടങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചു. ആരാണ് ഈ സൂട്ട്കേസ് കോച്ചിൽ കൊണ്ടുവന്നത് എന്ന് കണ്ടെത്താനായി റെയിൽവേ സ്റ്റേഷനുകളിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. സംസ്ഥാനത്ത് ഇന്നു മുതൽ മഴ വീണ്ടും ശക്തമാകുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും മഴ കനക്കുന്നതായാണ് അറിയിപ്പ് വന്നിരിക്കുന്നത്. 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 7 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. KSRTC കൊറിയർ സർവീസ് ഇന്നു മുതൽ പുനരാരംഭിക്കും. നിർത്തിവെച്ചിരുന്ന KSRTC കൊറിയർ ആൻഡ് ലോജിസ്റ്റിക്സ് സർവീസ് ഇന്നു മുതൽ പുനരാരംഭിക്കും. KSRTC ജനറൽ മാനേജറാണ് ഇത് സംബന്ധിച്ച മെമ്മോറാണ്ടം പുറപ്പെടുവിച്ചത്. കോർപ്പറേഷൻ നേരിട്ടാണ് ഇത്തവണ സർവീസ് നടത്തുന്നത്. തോട്ടപ്പള്ളി സ്പിൽവേയിൽ മാലിന്യ നീക്കം തുടങ്ങി. ദേശീയപാതയിൽ വൻ ഗതാഗത കുരുക്ക്. തോട്ടപ്പള്ളി സ്പിൽവേയിൽ ഇന്നലെ രാത്രി തുടങ്ങിയ മാലിന്യ നീക്കം തുടരുകയാണ്. ഇത് കാരണം ദേശീയപാത 66-ൽ വൻ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട്. കിലോമീറ്ററുകളോളം വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണ്. ആലപ്പുഴ AC റോഡും അമ്പലപ്പുഴ സംസ്ഥാന പാതയും വെള്ളത്തിൽ മുങ്ങിയതിനാൽ വാഹനങ്ങൾ മുഴുവൻ ദേശീയപാതയിലൂടെയായിരുന്നു കടന്നു പോകുന്നത്. പോലീസുകാരനെ കാണാതായ സംഭവം. അവസാന ടവർ ലൊക്കേഷൻ മൈസൂരിൽ എന്ന് കണ്ടെത്തി. കാസർഗോഡ് നിന്ന് പോലീസുകാരനെ കാണാതായ സംഭവത്തിൽ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ കണ്ടെത്തി. മൈസൂർ ഭാഗത്താണ് അവസാന സിഗ്നൽ ലഭിച്ചത്. രാജപുരം പോലീസ് സ്റ്റേഷനിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സിവിൽ പോലീസ് ഓഫീസർ ബേളൂർ ആങ്ങോട്ടുകോണം കപ്പണ സ്വദേശിയായ 27-കാരൻ സാം സനലിനെ തിങ്കളാഴ്ച മുതലാണ് കാണാതായത്. അമ്പലത്തറ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിയതിന്റെ ഭാഗമായാണ് മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ പരിശോധിച്ചത്. അങ്കമാലിയിൽ 1248 ലിറ്റർ സ്പിരിറ്റ് എക്സൈസ് സംഘം പിടികൂടി. 2 പേരെ അറസ്റ്റ് ചെയ്തു. കോതകുളങ്ങരയിലെ സിമന്റ് കട്ട നിർമ്മാണ യൂണിറ്റിൽ നിന്നാണ് സ്പിരിറ്റ് പിടിച്ചത്. സിമന്റ് നിർമ്മാണത്തിന്റെ മറവിൽ വ്യാജമദ്യം തയ്യാറാക്കുകയായിരുന്നു എന്നാണ് വിവരം. സ്പിരിറ്റ് എത്തിച്ച് മദ്യമാക്കി ചെറിയ കുപ്പികളിലാക്കി വിൽപ്പന നടത്തിവരികയായിരുന്നു. കട്ട നിർമ്മാണ യൂണിറ്റിനോട് ചേർന്നുള്ള മുറിയിൽ നിന്ന് 500 മില്ലി ലിറ്ററിന്റെ 100ഓളം പ്ലാസ്റ്റിക് കുപ്പികളും കണ്ടെടുത്തു. കൂടാതെ സ്റ്റിക്കറുകളും പിടിച്ചെടുത്തു. സംഭവത്തിൽ കൊല്ലം ചാത്തന്നൂർ PJ നിവാസിൽ രതീഷ്, പറവൂർ ചെറിയ പുല്ലുംതുരുത്ത് കാക്കനാട്ടു വീട്ടിൽ സന്തോഷ് എന്നിവരാണ് പിടിയിലായത്. കൊല്ലത്തെ കടൽക്ഷോഭം രൂക്ഷം.
കൊല്ലത്തെ തീരപ്രദേശങ്ങളിൽ കടൽക്ഷോഭം രൂക്ഷമായി. തീരത്തേക്ക് ശക്തമായി തിരമാല അടിച്ചു കയറുകയാണ്. സുരക്ഷ കണക്കിലെടുത്ത് കൊല്ലം ബീച്ചിൽ സഞ്ചാരികൾ ഇറങ്ങാതിരിക്കാൻ നിയന്ത്രണം ഏർപ്പെടുത്തി. ഇതിനായി ലൈഫ് ഗാർഡുകളെ നിയമിച്ചിട്ടുണ്ട്.